ഗൈസ് ഇന്നൊരു വണ്ടി നമുക്ക് സെയിലിൽ വന്നിട്ടാണ് കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിനുമച്ചാൻ്റെ വണ്ടിയാണ്. അപ്പോൾ വിനുമച്ചാൻ വണ്ടീനെ പറ്റി കറക്റ്റായിട്ട് പറഞ്ഞുതരും. ബ്രോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഏതാ മോഡൽ? ഇത് 2019 മോഡല്. നിലവിൽ ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്തേക്കണം, ഫുൾ കവർ ഇൻഷുറൻസ്. മഹീന്ദ്ര നമ്മുടെ ഇതിൻ്റെ ഫിനാൻസ് ഉണ്ട് വണ്ടിക്ക്. ഏകദേശം ഒരു 4,80,000 ക്ലോസ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ള വെച്ചാൽ 1,80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. നിലവിൽ എല്ലാ പേപ്പറും ക്ലിയർ ആണ്, എല്ലാ പേപ്പേഴ്സും പക്ക ക്ലിയർ ആണ്. ഏകദേശം ഒരു എടുക്കുന്ന ആൾക്ക് 2 വർഷത്തേക്ക് കയറുന്നു നോക്കാനില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളു കാര്യങ്ങൾ. ഇന്റീരിയറൊക്കെ ഒന്ന് നോക്കണം. ഇത് എടുത്തു പറയേണ്ടത് ബ്രോ, ടൂർ പാക്കേജിന് കറക്റ്റാണ് ഈ വണ്ടി. ആപ്റ്റാണ്. കാരണം ചില ലഗേജ് കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം സീറ്റും അല്ലെ, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഗേജ് സ്പേസും അത്യാവശ്യം അല്ലേ. ഓക്കെ. ടൂർ പാക്കേജ് ആണ്. അതെ അതെ, ഫുൾ പാക്കേജിന്റെ പരിപാടി കിടക്കണം ബ്രോ. പിന്നെ ഇതിങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ അത്യാവശ്യം 3 വരെയൊക്കെ ഉള്ളെങ്കിലും പിന്നെ എക്സ്ട്രാ സീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നടുക്കായിട്ടല്ലേ. 7 സീറ്റർ ആണ്. പിന്നെ നടുക്ക് ഇതുപോലെ ഒരു സാധാരണ ഇത് ക്യാപ്റ്റൻ സീറ്റ് ആണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നടുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കിലെ റോയിലേക്ക് വന്നതെന്ന് പറഞ്ഞാലേ മിക്കവർക്കും ഒരു ഇത് പറ്റാറുണ്ട്. എല്ലാവരും ആ സൈഡിൽ വന്നിട്ട് ഇത് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യാൻ നോക്കണം. ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ബാക്ക് റോയൊക്കെ നല്ല അത്യാവശ്യം സ്പേസസ് ആണ്. പിന്നെ ഇതിന് എ സി ഉണ്ട് എടുത്ത് പറയേണ്ടത്. കാരണം ഒരു ഫ്ലൈറ്റിൽ വന്ന പോലത്തെ ടൈപ്പ് എ സി ആണ്. സാധാരണ എ സി എന്ന് പറഞ്ഞാലേ എർട്ടിഗയിലും പഴയ ഇന്നലൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് വന്നത്. ഇത് സറൗണ്ടിങ് ആണ്, നമുക്ക് ഇതനുസരിച്ചിട്ട് ക്ലൈമറ്റ് ഇതിനനുസരിച്ച് മാറ്റാം. ഇത് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇത് ഇൻബിൽഡ് ആണ്. ഇതിന്റെ ഒപ്പം തന്നെ വന്നാളാ. ഞാൻ ഇതിന്റെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. നമ്മുടെ ടാക്സിയിൽ വേണ്ട എല്ലാം ഉണ്ട്. GPS ഉണ്ട്. ഓക്കെ. പിന്നെ സ്പീഡ് ഗവർണർ ഉണ്ട്. 80 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകില്ല. ഇതിന്റെ ടെസ്റ്റ് എപ്പോഴാണ് പാസ് ചെയ്തത്? ഈ കഴിഞ്ഞ ജൂണിൽ ഞാൻ ചെയ്തത്. അതിന്റെ പേർപ്പസ് ഒക്കെ ഞാൻ തരാം. പിന്നെ എടുത്തു പറയാണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം തന്നെ ഒരു 10,000-30,000 രൂപ അതിനായിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് HD ക്യാമറ ഞാൻ കാണിച്ചത്. അപ്പൊ ഇതാണ് വണ്ടിയുടെ. ഇത് വേറൊന്നും കൊണ്ട് ചെയ്തല്ല, നമ്മുടെ ഈ കൊച്ചിയിൽ ഓടിക്കണമെങ്കിൽ ബ്രോയ്ക്ക് അറിയാലോ, ആൾക്കാരുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ്. ഇതിപ്പോ ചിക്കാഗോയുടെ സെറ്റാണ്, ടച്ചാണ്. ഇതില് നമുക്ക് സാധാരണ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും കാണാതെ റെക്കോർഡിംഗ് ആണ്. ഇതിപ്പോ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്, ഇങ്ങനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ഇനി എറണാകുളത്താണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇത് റെക്കോർഡ് ആവണത് ഈ പെൻഡ്രൈവിലേക്ക്. പെൻഡ്രൈവിന്റെ മെമ്മറി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ബാക്കപ്പ് കിട്ടും. അതെനിക്ക് തോന്നുന്ന നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോ ഇങ്ങനെ തന്നെ റീസൈക്കിൾ ആവും. അങ്ങനെ സെറ്റ് ചെയ്ത് ഭയങ്കര ഇല്ല, വേറെ അങ്ങനെ ഒന്നും ഇല്ല. ക്ലെയിം ഒന്നും നടന്നിരുന്നില്ല. പുത്തൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം പക്കയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് M2 ആണ് വണ്ടി. ഒരു സംഭവം എന്റെ ഒരു ഫോൾട്ട് പറ്റി. ഞാൻ റിവേഴ്സ് എടുത്തപ്പോഴേക്കും എന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുൾ ഓപ്ഷന്റെ ഗ്ലാസ് ആണ് മേടിച്ചിട്ടത്. അതാണ് ആ ബാക്കിൽ വൈപ്പർ വന്നേക്കുന്നുണ്ട്. വൈപ്പറും ഉണ്ട്, മോട്ടർ ഞാൻ സെറ്റ് ചെയ്തു. അതിനൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോഗറിന്റെ ഇതിന്റെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് വൈപ്പറും വർക്ക് ചെയ്യും. ഫുൾ ഓപ്ഷന്റെ മോഡലാവും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കുള്ളത്. എന്താ പോലെ വണ്ടി ഒരു ജിങ്ക് ലുക്കല്ലേ, ഒരു പവർ ലുക്കാണ് വണ്ടിയാണ്.
നൈസ്. വീടാണോ? എൻ്റെ വീട് അപ്പുറത്തെ ഇടവഴിയില്ല. ഞാൻ വീഡിയോ ഓക്കെ. അപ്പോൾ ബ്രോ ഇതിൻ്റെ ബാക്കി പേപ്പറും അതായത് എത്ര നമുക്ക് ഇനി അടക്കാനുണ്ട്, അടവൊക്കെ എങ്ങനെയാണ് ഇനി? ഇനി അടവ് 4 വർഷത്തേക്കുള്ള ഫിനാൻസ് ആണ് എടുത്തത്. ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ്. ഓക്കെ. ഇനി എനിക്ക് ഏകദേശം ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞത് 4,80,000 അടുത്തെന്തോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് എന്റെ എക്സിക്യൂട്ടീവ് അറിയാൻ പറ്റും. അത്ര ഉണ്ടാവുള്ളൂ എന്തായാലും. ആണല്ലേ? 5 ലക്ഷത്തിന് താഴെ ഉണ്ടാവുള്ളൂ അടങ്ങാനായിട്ട്. ഓക്കെ. ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ടാണ് കയറാൻ സത്യത്തിൽ. യാത്രാസുഖം നല്ല അടിപൊളിയാണ്. ലോങ് ഒക്കെ അടിപൊളിയാണ്. ലെഗ് സ്പേസും അല്ലേ എല്ലാം അടിപൊളി. ഇന്നോവയുടെ അത് ഇത് തന്നെ. ഇന്നോവയുടെ അതേ ഇത് തന്നെ. നല്ല ഇന്നോവയിലും കംഫർട്ട് ആണല്ലേ ശരിക്കും. പക്ഷെ പ്രോ ഇതിന്നില്ലേ ഇന്നോവ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ എർട്ടിക ഓടിക്കണമെങ്കിൽ എർട്ടികൊക്കെ ഒരു കുത്തലുണ്ട് ഫ്രണ്ട്. ഇത് ശരിക്കും നമ്മൾ നല്ല ഹൈറ്റിൽ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് റോഡ് പ്രസൻസ് ഭയങ്കര നല്ലൊരു ഇത് കിട്ടും. നമുക്ക് ഓടിക്കാനും നല്ല സുഖമാണ്. വലിയ ഒരു വണ്ടിയിൽ കയറിയാൽ ഞാനേ കൊറേ വണ്ടികൾ നോക്കി എന്റെ ഒരു ഒതുങ്ങിയ വണ്ടി ഇതായതുകൊണ്ടാണ് ഞാനിത് ആദ്യം എടുത്തത്. അടിപൊളി. കൊടുക്കണേന്ന് പറഞ്ഞാല് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു പരിപാടിയിലോട്ടൊക്കെ മാറാൻ പോണേ. ആ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് കറക്റ്റ് ഇപ്പൊ 1,53,035 ഒന്നര ഓടിയിട്ടുണ്ട് കറക്റ്റ്. പക്ഷെ ഇതിന്റെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓയിൽ ചേഞ്ചും ഓയിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാൽ കണ്ട പ്രോപ്പർ എല്ലാരും 20,000 കിലോമീറ്റർ ഒക്കെയാണ് പറയണത്. ഞാനൊരു 15-16 ആകുമ്പോ തന്നെ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യും. ഫിൽറ്റർ എയർ ഫിൽറ്റർ എല്ലാം മാറ്റും ഞാൻ. ഈ കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്തോണ്ടിരുന്നതില് വണ്ടി ഇങ്ങനെ ഓടിക്കോളും. നല്ല അടിപൊളി. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ വാണിംഗും കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ വരും. എൻജിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഓയിലിന്റെ ആണെങ്കിലോ ബ്രേക്ക് ഫ്ലൂയിഡ് ആണെങ്കിലോ എന്താണെങ്കിലും ക്യാമറ ഇവിടെ ഉണ്ട്. ഇതാണ് അതിന്റെ ക്ലിയർ വ്യൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഡ്രൈവ് നമുക്ക് ഷോട്ട് ചെയ്തിട്ട് ഫോണിലേക്ക് ആക്കാം. അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ബസ് കയറിയിട്ട് എന്തോ സീൻ ഉണ്ടായി. അതൊരു ലെഫ്റ്റ് സൈഡില് എന്റെ റോങ് സൈഡ് കയറി വന്നിട്ട് ബസ് മുട്ടിച്ച്. പക്ഷെ ഞാൻ ക്ലെയിം ആക്കിയില്ല. ചെറിയൊരു ഇറച്ചിലായിരുന്നു. അത് ഞാൻ കാണിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ വിഷയം. അത് ഞാൻ സാധാരണ നമ്മുടെ ഈ നെട്ടൂര് ഈ പ്രീമിയം കാർസ് ഒക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് അവരുടെ ഒരു ബില്ലുണ്ട് GST. അവര് ലൈസൻസിലുള്ള വർക്ക്ഷോപ്പാണ്. സ്ക്രാച്ച് ചെറിയൊരു സ്ക്രാച്ച്. പിന്നെ അവരുടെ വാശി നമ്മൾ ഒട്ടും വിട്ടുകൊടുത്തില്ല. സെറ്റാക്കി വിട്ടു. മര്യാദക്ക് 2,000-3,000 ഒതുങ്ങണതാണ്. അവരുടെ ഒരു ദിവസം പോയി കിട്ടിയത്. കാരണം അതൊക്കെ കൊണ്ട് തന്നെ ഇതിപ്പോ നമുക്ക് ഭയങ്കര പ്രൂഫായിരുന്നു. സ്റ്റേഷനിൽ പോയപ്പോ ഈ ക്യാമറ അതിന്റെ വിഷ്വൽസ് എന്റെ അടുത്തുണ്ടാണ്. ഞാൻ ഇവിടെ കാണിച്ചത്. അത് ഇവിടെ വന്ന് താങ്ങണതൊക്കെ പോലീസുകാർ പറഞ്ഞു. കാരണം ഇത് ചെറുതും അത് വലിയ വണ്ടിയാണല്ലോ. എന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരിക്കലും ഒന്ന് ഓവർടേക്ക് ചെയ്യേണ്ട കാര്യം വലിയ വണ്ടിക്കില്ല. അങ്ങനെ കിട്ടിയ ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യം ഇതിന് കിട്ടിയ പണി. പക്ഷെ നമുക്കൊരു സങ്കടമുള്ള നമ്മൾ ഈ പൊന്നുപോലോട് നടക്കുന്ന സാധനമല്ലേ. അത് മാത്രമേ ഒരു വിഷമമുള്ളൂ. പിന്നെ ഈ ഡിക്കി സ്പേസിൽ ചെറിയ ബാഗൊക്കെ ഇരിക്കുള്ളൂ. 3 ഡിക്കി സ്പേസിലല്ലേ? അത് നമുക്ക് വെർട്ടിക്കൽ വേണമെങ്കിലും സെയിം തന്നെ. പിന്നെ ഇതിപ്പോ ലഗേജ് ഇതുണ്ടല്ലോ, MVD തന്നെ പറഞ്ഞായിരുന്നല്ലോ. ഇത് എനിക്ക് തോന്നുന്ന ഒരു ഇതിൽ യൂട്യൂബിൽ ഞാൻ കണ്ടോ. അതിൽ പറഞ്ഞേക്കണത് ഡിക്കി സ്പേസ് ഇല്ലാത്ത വണ്ടികൾ എന്ത് ചെയ്യും, ലഗേജ് ക്യാരിയർ വേണ്ടി വരും. എന്തായാലും നമുക്ക് കാരിയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഡീസലാണ് അല്ലേ? ഇത് ഡീസലാണ്. ഇത് മൈലേജിന് കാര്യം പറയാൻ പറ്റുമോ? മൈലേജില് നമുക്കിപ്പോ ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് റോഡൊക്കെ പോകണ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല, നല്ല രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും കണ്ണുകൂട്ടി 20 കിട്ടും. എനിക്കത് കിട്ടിയിട്ടുണ്ട്. സിറ്റിയിലാണെങ്കിൽ ഒരു 14-15. പിന്നെ അത് ഓടിക്കലനുസരിച്ച് കേട്ടോ. ചവിട്ടി പിടിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നടക്കൂല. സ്നേഹത്തോടെ കൊണ്ടുപോയാ ഇവൻ പൊന്നു പോലെ നടന്നു. രജിസ്ട്രേഷൻ ഏതാണ്? കേരള 62 ആണ്. അതായത് 10 റാന്നി. അതല്ല ഇതിപ്പോ ബ്രോ ഞാൻ സെക്കൻഡ് എടുത്തതാണ്. സെക്കൻഡ് ഓണർ. നമുക്കിപ്പോ സെക്കൻഡ് ഓണർ ആണല്ലേ? ഞാൻ തേർഡ് ഓണറാണ്. പക്ഷെ സാധാരണ എല്ലാരും വിചാരിക്കും തേർഡ് ഓണർ ആകുമ്പോഴേക്കും വണ്ടി അങ്ങനെ ഒന്നും. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. എഞ്ചിൻ റൂമൊക്കെ കാണിച്ചു തരാം. നമ്മളതുപോലെ ക്ലിയർ ചെയ്ത് നടക്കുന്ന സാധനം. പിന്നെ ഈ വണ്ടിക്ക് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ടയറിന്റെ മേളിൽ തന്നെ ഫ്ലാപ്പ് ഉണ്ടല്ലോ, മഡ് ഫ്ലാപ്പ്. ഇത് ഇതിന്റെ ഒരു ക്ലോത്ത് ആണ്, മനസ്സിലാണ്ട.
ഇതിന് ഈ മഴ വീണ സമയത്തൊക്കെ മണ്ണും ഇതൊക്കെ അടിച്ച് കയറിയിട്ട് ഇതിന് വെയിറ്റ് വരും. വെയിറ്റ് വരുമ്പോ ക്ലിപ്പിൽ നിന്ന് പൊട്ടിപ്പോ. ഒരെണ്ണത്തിന് 1550 രൂപ വില. അപ്പൊ നമ്മളിത് ഇങ്ങനെ തപ്പുമല്ലേ ബ്രോ. ഞാൻ കണ്ടത് XUV 500ന്റെ മഡ് ഫ്ലാപ്പ് ഇല്ലേ, അതിന് ഏകദേശം ഒരു 1800-2000 റേഞ്ച് വരും. അത് 4 കൂടെ മേടിച്ചാൽ ലൈഫ് ലോങ് സാധനം അവിടെ കിടന്നു. മറ്റേത് വേസ്റ്റ് ആണ്. ഇല്ല, ചെയ്തിട്ടില്ല. കാരണം അത് സമയം കിട്ടില്ല, ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് ചെയ്യണതാണ് ഉചിതം. അല്ലെങ്കിൽ ഇത് ഞാൻ വീണ്ടും ഒരെണ്ണം പോയപ്പോ 1550 രൂപ ഞാൻ മേടിച്ചു വെച്ചു. അത് വീണ്ടും അതിന് ഈ വെയിറ്റ് കയറുമ്പോ പൊട്ടിപ്പോരും. ക്ലോത്ത് ആണല്ലോ, ഫൈബർ പാർട്സ് ആണെങ്കിൽ അവിടെ സെറ്റ് ആയിട്ട് ഇരുന്നോളൂ. ഇതൊക്കെയാണ് കാഴ്ചകളും വണ്ടീനെ പറ്റി. നമുക്ക് എൻജിൻ സൈഡൊക്കെ ഒന്ന് നോക്കാടാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ എടക്കോച്ചിയിൽ വന്നു കേട്ടോ. ഇപ്പൊ ബസ്സിന്റെ ഒരു സ്ക്രാച്ച് ആ ഒരു സൈഡിലുണ്ട്. അത് നമ്മ പണതെല്ലാം സെറ്റ് ആക്കണ്ട ഈ ഏരിയയിലാണെന്നോ ഇവിടെ. ഈ ഒരു സീൻ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ കേട്ടോ, വേറെ സീനൊന്നുമില്ല. പിന്നെ ടയറൊക്കെ നമുക്കൊരു അല്ലെ, ടയറൊക്കെ സെറ്റാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോൾട്ട്, ഈ തുണി ഇത് മാറ്റി മഹീന്ദ്രയുടെ XUV 500ന്റെ ഫ്ലാപ്പ് ഉണ്ട്. 2000 രൂപ ക്ലിപ്പിന് വിട്ടു വരുന്നത്. ഏറ്റവും വലിയ ഡിഫോൾട്ട് ദേഷ്യം പറഞ്ഞ കാര്യമില്ല. ഇത് കണ്ട, ഈ മണ്ണ് കയറുമ്പോ ഈ വെയിറ്റിന് ക്ലിപ്പ് വിട്ടു വരും. ഇത് മാത്രമേ ഇതിനൊരു പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. പിന്നെ എൻജിൻ റൂം കൂടി ഒന്ന്, എൻജിൻ സൈഡും കൂടി ഒന്ന് കണ്ടേക്കാം. ടാക്സി വണ്ടി ആകുമ്പോൾ പിന്നെ നമ്മൾ പൊന്നുവലല്ലേ നോക്കുള്ളൂ, നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാനെപ്പോഴും ഓയില് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. കൂളന്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ ഉള്ളു കണ്ടില്ലേ ഏകദേശം. ഇപ്പൊ പുതിയ ബാറ്ററി ഉണ്ട്. ഇത് എനിക്ക് വാറണ്ടിന് ഞാൻ എടുത്ത് മാറിയിട്ടാ. തീർന്നു, വാറണ്ടി 2 മാസം ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പം ബാറ്ററി ആയിരിക്കും. പിന്നെ ഇതിന് വാറണ്ടി കിട്ടുന്നത് പുതിയ ബാറ്ററിയാണ്. കാരണം തീരാറായപ്പോഴാണ് എൻ്റെ കംപ്ലൈന്റ് ആയത്. 2 മാസം ഉള്ളപ്പോൾ. അപ്പോൾ പുതിയത് എനിക്ക് തന്നു. നല്ലപോലെ നോക്കുന്ന ആൾക്കാരായിരുന്നു. അവര് നല്ലൊരു ടീമാണ്. അവര് ക്രിസ്റ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ വണ്ടി കൊടുത്തത്. വണ്ടിയുടെ സൗണ്ട് കിട്ടുന്നില്ല. KL62 രജിസ്ട്രേഷൻ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരിട്ട് വന്ന് നോക്കാം. അപ്പോൾ ലൊക്കേഷൻ ഫോഗ് ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞില്ല ബാക്ക് ഗ്ലാസ് അത് സംഭവിച്ചത് ഈ കറക്റ്റ് സ്പോട്ടിൽ തന്നെ വന്നത്. ഈ അവിടെ ഈ പോസ്റ്റിൽ ഒരു ബോക്സ് വരുമല്ലോ, എന്റെ അശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയോ നേരെ വന്നിട്ട് ഈ മൂല ഇടിച്ച് അത് പൊട്ടിപ്പോയി. ബാക്കിലെ ഗ്ലാസ് ഫുൾ ഓപ്ഷന്റെ ഗ്ലാസ് കിട്ടി. അത് വെച്ച് വൈപ്പർ സെറ്റ് ചെയ്ത് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഒറിജിനൽ മോട്ടറും വെച്ചിട്ടുണ്ട്. ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാണ്. പിന്നെ അധികം പണിതില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് ഡീഫോഗറിന്റെ ലൈനും ഇതിന്റെ ലൈനും എടുത്തു കഴിഞ്ഞാല് സാർ വലിയ പൈസയൊന്നുമില്ല, സെപ്പറേറ്റ് 2 സ്വിച്ച് ആക്കാം. ഈ സാധനം വർക്ക് ചെയ്യും. ഡീഫോഗറും സബ് ഇതില് കണക്റ്റഡ് കൊടുക്കണില്ല, തരില്ല കേസ്, അത് തരില്ല. ഇവിടെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ടോ? ഇതുണ്ട്. ഇത് എന്തോ അത് ഞാൻ എടുക്കുമ്പോ തൊട്ടുണ്ട് എന്തോ തേങ്ങ എന്തോ വീണോ, ഗ്ലാസ് ഒന്നും പറ്റിയില്ല. ഇവിടെ എന്തോ ഒരു ചെറിയൊരു സംഭവം വന്നു ഡിഫോൾട്ട്. പിന്നെ വണ്ടി പ്രാന്തന്മാർ ഈ പറഞ്ഞ പോലെ വണ്ടി പണിയാനാണ്. പെയിന്റ് ഒക്കെ അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ക്ലാസ് പറയും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചെറിയ മൈന്യൂട്ട്. പിന്നെ സെൻസർ ഇല്ല. സെൻസറിന്റെ 3-4 ഹോളുണ്ട്. സെൻസർ വെക്കണമെങ്കിൽ റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് പിന്നെ സ്റ്റാൻഡ് വരുന്നതും നല്ല ക്വാളിറ്റി ആണ്. അത്യാവശ്യം നല്ല ലോഡാണ്. ഞാൻ ഏകദേശം ഒരു 5-8 പെട്ടി ഇതിന്റെ മേളിൽ വെച്ചോണ്ട് പോയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഒരു നല്ല വെയിറ്റ് വാങ്ങിക്കോളും. വളരെയൊന്നും പോലെ നല്ല പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഇനിയൊന്നും പറയാനില്ലല്ലോ ബ്രോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി സെയിലിന്റെ പരിപാടി ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ വെള്ളികൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ വള്ളികൾ ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കുക. അതെ, നമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സീറ്റിന്റെ ഇത് അത് 4 സീറ്റ് നമുക്ക് മടക്കാം. ഓക്കെ, അതായത് ഒരു ബെഡിന്റെ ലെവലിലാക്കി ഇടാൻ പറ്റും. വണ്ടി അടിപൊളിയാണ്ട. വണ്ടി പറയാൻ നമ്മുടെ വണ്ടിക്ക് വരെ ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അതെ, 4 സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. നോർമലി ഉള്ള അതിന്റെ സ്പീക്കേഴ്സ് ഉണ്ട്. സെറ്റ് അത് നമ്മൾ കൊടുക്കാവില്ല. സബ് മാത്രം കൊടുക്കൂല. സബ് ഞങ്ങൾ ഊരിയെടുക്കും.
അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ കാഴ്ചകളും. ഇനി വണ്ടി നിങ്ങൾ ലൊക്കേഷൻ പള്ളുരുത്തിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ വിനു ബ്രോൻ്റെ നമ്പർ ഞാൻ കോൺടാക്ട് ചെയ്തേക്കാം, എൻ്റെ നമ്പറും എൻ്റെ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് വിളിക്കുക, ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടുതരും. നിങ്ങൾ വന്ന് കാണുക, വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിനു ബ്രോനെ വിളിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും പുള്ളി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എല്ലാ പേപ്പേഴ്സും പക്കയാണ്, പക്ക അല്ലേ, എല്ലാം പക്ക. അതെ ഇല്ല, നമുക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇങ്ങോട്ട് വന്നിട്ടാ. നല്ലൊരു ലൊക്കേഷൻ, അവിടെ മീൻകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ ബ്രോ. അപ്പോൾ ബ്രോൻ്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തേക്കാം. ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ബൈ. ഗൈസ് നമുക്ക് വിനു ബ്രോ ഒരു ഗിഫ്റ്റ് തന്നിട്ടാ. അതെ, ഒരു അടിപൊളി സാധനം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് സെറ്റാക്കി വെക്കാടാ.